പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. പോരാത്തതിന് ഡോക്ടറും. അല്ലെങ്കിലും ഡോക്ടറും തമ്മിലല്ലേ ചേരുക? അങ്ങനെയൊന്നുമില്ല. നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവണമെങ്കിലേ ഒരേ ജോലി ചെയ്യുന്നവരാവണമെന്നൊന്നുമില്ല. പരസ്പരം നന്നായി മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. നീ പോലീസുകാരി, ഞാൻ ബാർ മാനേജറും അല്ലേ. കയ്യിൽ കുറെ കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല. സ്നേഹിക്കാൻ ഒരു മനസ്സ് വേണം. സ്വഭാവം നല്ലതല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഗിരിയേട്ട സംസാരിക്കുന്നത് കേട്ടാ തോന്നും മഹിമയ്ക്ക് വേണ്ടി വേറെ ആരെയോ ഗിരിയേട്ട നോക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്താ അങ്ങനെ വല്ലതുണ്ടോ? ഗിരിയേട്ടന്റെ ഏതെങ്കിലും കൂട്ടുകാരനെ അവക്ക് വേണ്ടി ആലോചിക്കാനുള്ള പരിപാടിയാണോ? പിന്നെ എനിക്ക് അവളുടെ കല്യാണത്തിന് ബ്രോക്കർ പണിയെടുക്കാൻ പട്ടാണല്ലോ. അല്ല, അങ്ങനെ എന്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. എന്താ കുഴപ്പം? ഗിരിയേട്ടന്റെ കൂട്ടുകാരെല്ലാവരും പ്രശ്നക്കാരായിരിക്കും. ഞാനോ നാട്ടിലെ പ്രധാന ഗുണ്ടയെ കല്യാണം കഴിച്ചുപോയി. പാവ എന്റെ അനിയത്തിയും കൂടി അത് അനുഭവിക്കണോ? അയ്യോ, അതിനവന് എന്നെ പോലെയൊന്നും അല്ല, പഞ്ചപാവാ. അപ്പൊ ഗിരിയേട്ടൻ ആരെയോ നോക്കി വെച്ചിട്ടുണ്ട്. ബ്രോക്കർ പണിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പറ. ആരാ? പറ ഗിരിയേട്ടാ. അതാ വരുന്നു. അതിനമ്മ വിളിച്ചില്ലല്ലോ. അതിന് വിളിച്ചത് എന്നെയല്ലേ, നീ എങ്ങനെ കേൾക്കാനാ? എന്തൊക്കെ നമ്പർ ഇറക്കിയിട്ടും കാര്യമില്ല. ഗിരിയേട്ടൻ സംസാരിച്ചത് മുകുന്ദനെ കുറിച്ചാണെന്ന് എനിക്കറിയാം. അത് മുകുന്ദനോ ഗിരിയേട്ടനോ എന്നോട് തുറന്നു പറ, എന്നിട്ട് ഞാൻ ആലോചിക്കാം. ഡാർലിംഗ്, വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ട് മര്യാദയ്ക്കൊന്ന് സൽക്കരിക്ക പോലും ചെയ്യാത്തത് മോശമല്ലേ? സൽക്കരിക്കാത്ത പോട്ടെ, നീ എന്നോട് മര്യാദയ്ക്ക് രണ്ടു വാക്ക് സംസാരിക്ക പോലും ചെയ്യുന്നില്ല. ഞാൻ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥിയല്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ അകത്ത് അന്വേഷിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്തായാലും നിന്നെ സമ്മതിച്ചു മോളെ. പൂച്ചക്കുട്ടി പോലെ നടന്നിട്ട് അവസാനം നല്ല ഒന്നാന്തരം ഒരു പയ്യനെ തന്നെ നീ കറക്കി എടുത്തല്ലോ. ആളുകളുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ചോ. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തൊക്കെയാ സ്വപ്ന പറയും? വേണ്ട മഹിമേ, സ്വപ്ന നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അവളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ വെറുതെ അഭിനയിക്കാൻ നിൽക്കണ്ട. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ സംസാരിച്ചോളാം. ഇതിൽ കൂടുതൽ സംസാരിക്കാൻ നിന്നാലേ നിന്റെ തനി സ്വരൂപം നാട്ടുകാരെല്ലാരും കാണും. ഇവിടെ ദേഷ്യപ്പെടുന്ന എല്ലാവരും കാണുന്ന ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. ഇവൾക്ക് മൂക്കിന്റെ അറ്റത്താണല്ലോ ദേഷ്യം. എന്തായാലും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് സമ്മതിച്ചല്ലോ, എനിക്കത് മതി. പക്ഷേ ഇവനെ വളച്ചെടുത്ത സ്ഥിതിക്ക് ഇനി മുകുന്ദന്റെ കാര്യത്തിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത് മഹിമ? ഇവൾക്ക് മുകുന്ദനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവൻ ഇവളുടെ പുറകെ കുറെ നടന്നതാ. പിന്നെ കാശും സൗന്ദര്യവും പഠിപ്പുള്ള ഒരാളെ കിട്ടുമ്പോ
ഇവള് മുകുന്ദനെ തിരിഞ്ഞു നോക്കോ? വിട്ട് കളഞ്ഞു അല്ലേ? അല്ല, അതിനിപ്പോൾ കുറ്റം പറയാൻ പറ്റുമോ? പെൺകുട്ടികൾ എപ്പോഴും കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള പയ്യന്മാരെയല്ലേ തെരഞ്ഞെടുക്കൂ. മുകുന്ദനെ പോലൊരു തോൽവിയെ തെരഞ്ഞെടുക്കാത്തതിന് ഇവളെ കുറ്റം പറയാൻ പറ്റുമോ? അല്ലേ മോളെ? ഒന്ന് പിടിക്കൂ. എക്സ്ക്യൂസ് മീ, ഐ ഹാവ് ടു ടേക്ക് ദിസ് കോൾ. ഞാൻ പറയടാ. മുകുന്ദന്റെ കാര്യം അറിഞ്ഞാലെങ്കിലും അവ ഒന്ന് കൊലുങ്ങൂന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇവൻ നിനക്ക് വേണ്ടി ഒറ്റക്കാലിൽ നിൽക്കുവാണല്ലോ. നീ ഇതിനും വേണ്ടി എന്ത് കൂടോത്ര ചെയ്ത മോളെ? മുകുന്ദനെ വിട്ട് സഞ്ജുവിനെ പ്രേമിച്ചതിന് നീ എന്നെ എന്തുമാത്രം കുറ്റാ പറഞ്ഞ്. എന്നിട്ടിപ്പൊ നീ ചെയ്യുന്നതോ? നിർത്ത്. കൊറേ നേരമായല്ലോ. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അവൻ പറഞ്ഞതോ? അവന് മനസ്സിൽ തോന്നിയതാ അവൻ പറഞ്ഞത്. എനിക്ക് അവനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല. അതെന്താ ഇല്ലാത്തത്? അവനൊരു പുളിങ്കൊമ്പാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? മുകുന്ദനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അവൻ നിന്നെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇതുപോലൊരു പയ്യനെ കിട്ടാനേ നീ തപസ്സിരിക്കണം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ നീ എടുത്തോ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇവൻ വളയണ്ടേ. ഞാനിവിടെ വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ മുഖമൊന്ന് കാണണമായിരുന്നു. ആ, ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ബിബിൻ മോനായിരുന്നു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നീ എന്തിനാ സ്വപ്നയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ഒരു തമാശയല്ലേ മോളെ? അവള് നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് വിചാരിച്ചാ നിനക്കെന്താ?